നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന ഗൈഡൻസ് റീഡിങ്സ് ആണ്. വിഷുവൊക്കെ കഴിഞ്ഞ് എല്ലാവരും വിശ്രമത്തിലായിരിക്കും അല്ലേ? എന്താണേലും ഇന്നത്തെ ദിവസം നിങ്ങളുടെ കറൻറ്റ് സമയം എങ്ങനെയാണെന്നും ഇന്ന് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും എന്തൊക്കെ നിങ്ങളിലേക്ക് വരുന്നുവെന്നും എന്തെല്ലാം കാര്യങ്ങളിലൂടെ വേണം ഇന്നത്തെ ദിവസം കടന്നു പോകാനെന്നു കൂടി നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇത് നിങ്ങളുടെ റീഡിങ്സാണ്, നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്യേണ്ട റീഡിങ്സാണ്. ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ റീഡിങ്സ് കാണുക. നിങ്ങളുടെ പ്രസൻസ് ഉണ്ടാവണം. റീഡിങ്സ് നമുക്ക് റെസനേറ്റ് ആയിട്ട് എടുക്കണമെങ്കിലും കറക്റ്റായിട്ടുള്ളൊരു ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിലും, അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ അഫർമേഷൻസ് എഴുതാൻ മറക്കരുത്. കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ അഫർമേഷൻസ് എഴുതണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു മാജിക്ക് ക്രിയേറ്റ് ചെയ്യണം, ഒരു മിറാക്കിൾ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം കേട്ടോ. തീർച്ചയായിട്ടും എന്താണോ നിങ്ങൾ അഫർമേഷൻസ് ആയിട്ട് എഴുതുന്നത്, അക്ഷരങ്ങളുടെ എനർജി ഭയങ്കര പവർഫുള്ളാണ്. അത് നിങ്ങളെ തേടി വരുമെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പ്രപഞ്ചശക്തിയിൽ പരിപൂർണമായും വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എഴുതണം. കൂടാതെ തന്നെ താങ്ക് യു യൂണിവേഴ്സ് എന്നോ താങ്ക് യു ഏഞ്ചൽസ് എന്നോ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഈശ്വരനെയാണോ വിശ്വസിക്കുന്നത്, ഏത് എനർജിയിലാണോ നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നത്, ആ എനർജിയെ ബേസ് ചെയ്തും നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാവുന്നതാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്ന് ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്തു നോക്കണം. നിങ്ങളുടെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ, മുന്നോട്ടേക്കുള്ള കാര്യങ്ങൾക്കൊക്കെ തീരുമാനമെടുക്കാൻ കർമ്മ ബേസ് ഉണ്ടോ, ശത്രുദോഷമുണ്ടോ, നെഗറ്റീവ് പ്രസൻസ് ഉണ്ടോ, എല്ലാത്തിനെയും മറികടക്കാനായിട്ടുള്ള സൊല്യൂഷൻ, ഇതൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാൻ സാധിക്കുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാൻ. മൂൺ എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. കുറച്ചൊരു ടെൻഷൻ പ്രസൻസ് കാണിക്കുന്നുണ്ട്. കുറച്ചൊരു സ്ട്രെസ് എനർജിയിലാണ് കുറേ ആളുകളുടെ പ്രസൻസ്. നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒരു ഭയം ഉള്ളിൽ നിൽക്കുന്നുണ്ട്, എന്തിനെയോ നിങ്ങൾ പേടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചുറ്റുമുള്ള എനർജികളെ തന്നെയാണ് കേട്ടോ. ഒരുപക്ഷെ നിങ്ങളുടെ ഫാമിലിക്കുള്ളിലുള്ള വ്യക്തികളെ ആവാം, നിങ്ങളുടെ സൗഹൃദ വലയങ്ങളിലുള്ള വ്യക്തികളെ ആവാം, നിങ്ങളുടെ കരിയർ പാതയിലുള്ള വ്യക്തികളെ ആവാം. നിങ്ങൾ എന്തോ കുറച്ച് കാര്യങ്ങളെ കണക്റ്റ് ചെയ്ത് ഭയപ്പെടുന്നതായിട്ട് ഇമോഷണലി നിങ്ങൾ ഡൗൺ ആവുന്ന ഒരു സിറ്റുവേഷൻസിലാണ് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് പാസ്റ്റിലുണ്ടായ എന്തെങ്കിലും ഒരു ട്രോമയായിരിക്കാം. പാസ്റ്റിൽ നിങ്ങളുടെ തീരുമാനങ്ങളിൽ സംഭവിച്ചു പോയ ചില നെഗറ്റിവിറ്റി ആയിരിക്കാം നിങ്ങളുടെ എനർജിയിൽ ഇപ്പം ഈ ഒരു ഭയം നിഴലിച്ച് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. പക്ഷേ അത് നിങ്ങളുടെ ഒരു സക്സസ്സിനെ ബാധിക്കുമോ, നിങ്ങളുടെ വിജയത്തെ, നിങ്ങളുടെ ചില തീരുമാനത്തെ, ഒരു പക്ഷേ വിവാഹത്തെയൊക്കെ കണക്റ്റ് ചെയ്തുള്ള ചില കാര്യങ്ങളും ആവാം കേട്ടോ. നിങ്ങളുടെ ഉള്ളിലൊരു ഭയം തട്ടിയിരിക്കുന്നതായിട്ട് കാണുന്നു. ഒരു പക്ഷേ ഒരു തേർഡ് പാർട്ടി പ്രസൻസ് ഉണ്ടോ എന്നുള്ളൊരു ഫീലിങ്സ് ആയിരിക്കും, ഒരു കൺഫ്യൂഷൻ നിങ്ങളിൽ കണക്റ്റഡ് ആയിട്ടുണ്ട് ഈ ഒരു കറൻറ്റ് സമയത്തെന്നാണ് കാണാൻ സാധിക്കുന്നത്. അതല്ല, കരിയർ എനർജീനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളോട് മത്സരിക്കാനോ, നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷൻസിനെ മറ്റാരിലേക്കെങ്കിലും പോകുമോ എന്നുള്ളൊരു ഭയവും ഒക്കെ ആവാം. അതുപോലെ ഫിനാൻഷ്യലി ആണെങ്കിൽ പോലും നിങ്ങൾക്ക് കിട്ടാനുള്ളത് നിങ്ങളിലേക്ക് എത്തിച്ചേരുമോ എന്നുള്ളൊരു ഭയമായിരിക്കാം. നിങ്ങൾ വല്ലാതെ ഒരു ഇല്യൂഷൻ എനർജിയിലാണ്, ഒരു വല്ലാത്ത ഒരു സ്ട്രഗിൾ എനർജിയിലൂടെ കടന്നു പോകുന്നു. ഒരുപാട് ടെൻഷൻ നിങ്ങളുടെ ഉള്ളിലുണ്ട്. പക്ഷേ സക്സസ് നിങ്ങൾക്കാണ് കേട്ടോ. നിങ്ങൾ എന്ത് കാര്യത്തെക്കുറിച്ച് ഓർത്താണോ ഭയപ്പെടുന്നത്, അത് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽപ്പെട്ടതാണ്. അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലൈഫ് ലോങ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള കാര്യം തന്നെയാണ്. നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട. നിങ്ങൾ മറ്റ് നഷ്ടത്തെക്കുറിച്ച് ഓർത്താണെങ്കിലും മറ്റൊരാളിലേക്ക് പോകുമെന്ന് ഓർത്താണെങ്കിലും നിങ്ങളെ ഡാർക്ക് എനർജിയിൽ ഇരുട്ടിലേക്ക് തള്ളിയിടുമെന്നുള്ള ചിന്തയിലാണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട, ഒരു ഭയവും വേണ്ട. നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പൊയ്ക്കോളൂ. നിങ്ങളുടെ ലൈഫിൽ ഒരു സെക്കൻഡ് ചാൻസ്, ഒരു വിജയത്തിൻ്റെ സമയം, ഒരു ഉയർച്ചയുടെ സമയമാണ് ഇന്നു മുതൽ അങ്ങോട്ടേക്കെന്നാണ് കാണുന്നത്. നിങ്ങൾ ഭയപ്പെട്ട് നിന്നാൽ, നമ്മൾ ഏത് എനർജീനെയാണോ എപ്പോഴും കണക്റ്റ് ചെയ്യുന്നത് അത് നമ്മളിലേക്ക് വന്നു ചേരുമെന്ന് ചിന്തിക്കുക. നെഗറ്റീവ് എനർജീനെ റൈറ്റ് ഹീലിംഗ് ചെയ്ത് കത്തിച്ച് കളഞ്ഞ് നിങ്ങളിൽ നിന്നും പുറന്തള്ളുക. അഫർമേഷൻസ് എഴുതുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങൾ എഴുതി സൂക്ഷിച്ച് വെക്കുക. അതിൻ്റെ സമയത്ത് തന്നെ പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നുകൊള്ളും കേട്ടോ. അതുപോലെ തന്നെ പുതിയൊരു തുടക്കമൊക്കെ ലൈഫിലേക്ക് വരാൻ പോകുന്നുണ്ട്. ചിലർക്ക് ഓപ്പർച്യൂണിറ്റീസ്, ഗ്രോത്ത് വരുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ശ്രദ്ധിക്കണം,
ആ ഗ്രോത്തിന് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസിനൊപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചീറ്റിംഗ് പ്രസൻസ് കൂടി കണക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട്. അതായത് ഒരു മായാവലയത്തിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. എന്താണ് ഏതെടുക്കണമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഫീലിങ്സിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ജോലി സംബന്ധമായിട്ടാണേലും ഓപ്പർച്യൂണിറ്റീസ് ഒന്നിലധികം വരാൻ സാധ്യതയുണ്ട്. ബന്ധങ്ങൾ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത് ഇപ്പം വിവാഹത്തിനെയൊക്കെ കണക്റ്റ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികൾക്കാണെങ്കിൽ ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസ് അവിടെ നിന്നും വരാൻ സാധ്യതയുണ്ട്. സാമ്പത്തികപരമായിട്ടുമൊക്കെ നിങ്ങൾക്ക് ഒന്നിലധികം സിറ്റുവേഷൻസുകൾ നിങ്ങളിലേക്ക് ഇനി മുന്നോട്ടേക്ക് വരാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ശ്രദ്ധിച്ചു വേണം തീരുമാനം എടുക്കാനെന്നുള്ളൊരു എനർജിയാണ് കാണുന്നത്. എടുത്തു ചാടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിലേക്ക് പെട്ടെന്ന് തന്നെ മുന്നും പിന്നും നോക്കാതെ എടുത്തു ചാടിയാൽ ചിലപ്പോൾ അതിനുള്ളിൽ ചിലതൊക്കെ ചില ചീറ്റിംഗ് പ്രസൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഓപ്പർച്യൂണിറ്റീസുകൾ, അവസരങ്ങളുടെ കാര്യങ്ങളോ സിറ്റുവേഷൻസുകളോ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുമ്പം അതിലെല്ലാം ഒരു ബൗണ്ടറി ഇട്ട് ഒരു മിതത്വം പാലിച്ച് ഒന്നും നോക്കാതെയുള്ള എടുത്തുചാട്ടത്തിൽ നിന്നും ഒരു ശ്രദ്ധ കൊടുത്ത് ആലോചിച്ച് എല്ലാ വശങ്ങളെക്കുറിച്ചും മനസ്സിലാക്കി മാത്രം തീരുമാനങ്ങൾ എടുക്കുക കേട്ടോ. മായാവലയത്തിലേക്ക് പെട്ടുപോകാൻ സാധ്യതയുള്ള സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അപ്പോൾ സ്വപ്നങ്ങൾ ഒരുപാടുള്ള വ്യക്തികളെയാണ് കാണുന്നത്. ആഗ്രഹങ്ങളുണ്ട് നിങ്ങൾക്ക്. നിങ്ങളുടെ ജീവിതത്തിൽ പടിപടിയായിട്ട് വിജയിക്കണം, ഓരോ കാര്യങ്ങൾ നേടിയെടുക്കണം എന്നൊക്കെ മനസ്സുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുമ്പം നമ്മളിലേക്ക് വരുന്ന കാര്യങ്ങളെല്ലാം നമ്മളുമായിട്ട് കണക്റ്റഡ് ആണോ, നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതാണോ, മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ലൈഫ് ലോങ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതിനെല്ലാം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണോ എന്നെല്ലാം തീർച്ചയായിട്ടും മനസ്സിലാക്കി തന്നെ വേണം കൈകാര്യം ചെയ്യാൻ കേട്ടോ. ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ദിവസമാണ്. അതുപോലെ തന്നെ ഡിസിഷൻ എടുക്കാനൊക്കെ ഒരു കൺഫ്യൂസ്ഡ് എനർജിയിൽ ചിലപ്പോൾ ഈ ചിലരോടൊക്കെ തുറന്ന് ചില കാര്യങ്ങൾ നോ പറയാനൊക്കെ മടിയുള്ളവർ, ചില സമയങ്ങളിലൊക്കെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ ഇമോഷണലി ഒക്കെ കുറച്ചൊരു ലോസ് എനർജി. ഇമോഷണൽ ലോസ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എല്ലാവരോടും വല്ലാത്തൊരു കമ്മിറ്റ്മെൻറ്റ് ഫീൽ ചെയ്യുന്നതാണ് കേട്ടോ. വേണ്ടതിനും വേണ്ടാത്തതിനുമെല്ലാം മറ്റുള്ളവരിലേക്ക് സപ്പോർട്ട് കൊടുക്കാൻ ചെല്ലുന്നത്, അതുപോലെ തന്നെ നോ പറയാനുള്ളൊരു മടി, ഇതൊക്കെ അങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ കൊണ്ടൊക്കെ എല്ലാവരോടും തോന്നുന്ന ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റാണ്. അതിനൊക്കെ നിങ്ങൾക്കില്ല ഒരു മാറ്റം വരുന്നുണ്ട്. ചില തിരിച്ചറിവുകൾ, കാര്യങ്ങളെയും ചുറ്റുമുള്ളവരെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് പോകുന്ന സാഹചര്യമാണ്. അതായത് എവിടെയാണ് കൊടുക്കേണ്ടത്, എവിടെ കൊടുക്കേണ്ട എന്നൊക്കെയുള്ളൊരു തിരിച്ചറിവും കാര്യങ്ങളൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. ഒരു മെൻ്റൽ ക്ലാരിറ്റിയും ഒരു വ്യക്തിത്വ ചേഞ്ചിങ്, ഒരു പേഴ്സണാലിറ്റി ചേഞ്ചിങ്ങും ഒക്കെ നിങ്ങളുടെ ലൈഫിൽ വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് വരേണ്ട ചില കാര്യങ്ങൾ സാമ്പത്തികപരമായിട്ടാവാം, വെൽത്ത് പരമായിട്ടാവാം, നിങ്ങളിലേക്ക് വന്നു ചേരേണ്ട ചില കാര്യങ്ങൾ ഇത്രയും കാലം ബ്ലോക്കായിട്ട് നിന്നുവെങ്കിൽ അത് നിങ്ങൾക്കൊരു നിരാശയും വല്ലാതെ ഒരു ഇമോഷണൽ പെയിനൊക്കെ നിങ്ങൾ അനുഭവിച്ച കാര്യമാണെങ്കിൽ നിങ്ങൾക്കതിന്ന് വന്നു ചേരുകയും അത് നിങ്ങളുടെ ജീവിതത്തിന് വലിയൊരു ഉയർച്ച, നിങ്ങളുടെ മാറ്റത്തിൻ്റെ ഒരു സമയം പോലെ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഒരു ലൈഫിനകത്തൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ചേഞ്ചിങ് വരുന്ന ഫീലിങ്സും ഉണ്ട് കേട്ടോ. അതായത് നിങ്ങളിലേക്ക് വരാതെ നിങ്ങൾക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ബ്ലോക്കായിട്ട് നിന്ന സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്കത് അനുകൂലമായിട്ട് വന്നു ചേരുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ കുറച്ച് നെഗറ്റീവ് തോട്ട്സുകളുണ്ട് കേട്ടോ. സ്വയം നിങ്ങൾ കുറേ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് കൂട്ടുന്നു. ഒരു പക്ഷേ അത് നിങ്ങളുമായിട്ട് യാതൊരു കണക്റ്റഡും അല്ലാത്ത കാര്യങ്ങളെ നിങ്ങൾ വെറുതെ നിങ്ങളിലേക്ക് വലിച്ചു വെക്കുന്നൊരു സിറ്റുവേഷൻസാണ് കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ അതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു മടിയുടെ സിറ്റുവേഷൻസാണ്. അതായത് ഒന്നിനോടും ഒരു താല്പര്യമില്ലായ്മ, എല്ലാത്തിനോടും ഒരു മടുപ്പും, അതുപോലെ തന്നെ മുന്നിൽ എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ശരിയെന്നുള്ളത് നിങ്ങളിൽ പലരും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. എല്ലാം നിങ്ങളുടെ ചിന്തകളിൽ വെച്ച് നിങ്ങൾ കണക്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത് കേട്ടോ. ശരിക്കും നല്ല രീതിയിൽ ആക്ഷൻ എടുക്കേണ്ട പല കാര്യങ്ങളിലും നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, അതായത് ഒരു സക്സസ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു ഗ്രോത്ത്, ഒരു വിജയത്തിൻ്റെ ഒരു സിറ്റുവേഷൻസ് നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്ത് നിൽപ്പുണ്ട്. നിങ്ങൾക്ക് അർഹതയുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കറക്റ്റ് ഷാർപ്പ് ടൈം, നമ്മൾ റൈറ്റ് ടൈം എന്നൊക്കെ പറയില്ലേ,
വളരെ കറക്റ്റ് സമയത്ത് നിൽക്കുന്നുണ്ട് വിജയം. അത് ബിസിനസ് രംഗമാവാം, നിങ്ങളുടെ ചില സ്വപ്നങ്ങളാവാം, അതല്ലെങ്കിൽ ട്രാവലിംഗ് ആവാം. വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്കോ നിങ്ങൾക്കൊരു ട്രാവലിംഗ്, ലോങ് ഡിസ്റ്റൻസിലേക്കുള്ളൊരു ട്രാവലിംഗ് ആവാം. നിങ്ങൾ ആഗ്രഹിച്ച ചില ബന്ധങ്ങളാവാം. അത് നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്ത് നിൽപ്പുണ്ട്. പക്ഷെ നിങ്ങളതിനകത്ത് ഒരു ഇല്യൂഷൻ എനർജിയിൽ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു നെഗറ്റീവ് സാഹചര്യത്തിൽ നിങ്ങൾ പെട്ട് നിൽക്കുന്നു. നിങ്ങളുടെ ചിന്ത നിങ്ങളിലേക്ക് വരാനിരിക്കുന്ന അനുഗ്രഹങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ശരിക്കും ഒന്ന് കണ്ണു തുറന്നു നോക്കാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല. നിങ്ങളുടെ കഴിവിനെ തിരിച്ചറിയാൻ നിങ്ങൾ തയ്യാറാവുന്നില്ല. ചെറിയൊരു റിസ്ക് ആണെങ്കിലും എടുക്കാൻ നിങ്ങൾ തയ്യാറാവുന്നില്ല. നിങ്ങൾ കുറച്ച് പ്രശ്നങ്ങൾ പഴിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ പഴിച്ചുകൊണ്ടോ നിങ്ങൾക്ക് ചുറ്റുമുള്ള കുറച്ച് പ്രശ്നങ്ങളെ, കഴിഞ്ഞുപോയ ചില കാര്യങ്ങളെ ബന്ധനമാക്കി ഒരു വേലി കെട്ടി നിർത്തിയിരിക്കുന്നതുമായൊരു സിറ്റുവേഷൻസാണ് കാണുന്നത്. അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടന്ന് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുക. നിങ്ങളുടെ എക്സ്പീരിയൻസിനെ, നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങളത് പൂർണ്ണതയിലെത്തിക്കാൻ ശ്രമിക്കുക കേട്ടോ. കാരണം നമ്മൾ സ്വയം വരുത്തി വയ്ക്കുന്ന ചില വിനകളുണ്ട്. നമ്മളിലേക്ക് വരാതിരിക്കുന്ന ചില നെഗറ്റീവ് സാഹചര്യങ്ങളെ ചിന്തിച്ച് നമ്മൾ പിടിച്ച് നമ്മുടെ ലൈഫിൽ വെച്ച് അത് പിന്നെ വല്ലാത്തൊരു ഭാരം ചുമന്ന് നടക്കേണ്ട അവസ്ഥ വരുന്ന സിറ്റുവേഷൻസുകളുണ്ട്. നിങ്ങൾ എപ്പോഴും പോസിറ്റീവ് ചിന്തിക്കുക, എപ്പോഴും നല്ലത് മാത്രം പറയാൻ ശ്രമിക്കുക, ചിന്തിക്കാൻ ശ്രമിക്കുക. ചീത്ത വരുന്ന സമയത്ത്, മോശമായ ചിന്തകൾ വരുന്ന സമയത്ത് ഞാൻ പറയാറില്ലേ, അതിനെ തിരുത്തുക, സ്റ്റോപ്പ് ചെയ്യിക്കുക കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ ചില നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം. പാസ്റ്റിൽ ചില കാര്യങ്ങളെക്കുറിച്ച് ഒരു ക്ലാരിറ്റി വരുത്തുന്നതാവാം, അല്ലെങ്കിൽ പാസ്റ്റിലെ ചില കാര്യങ്ങൾ ലൈഫിലേക്ക് കണക്റ്റ് ചെയ്ത് ഓർമ്മകളായിട്ട് നിങ്ങളിലേക്ക് വരുന്നതാവാം. ഇന്ന് നിങ്ങളുടെ ലൈഫിൽ ചില നഷ്ടങ്ങൾ സംഭവിച്ചത്, അതൊക്കെ ഒന്ന് തിരിച്ച് പിടിക്കണം, അല്ലെങ്കിൽ ചില നഷ്ടങ്ങളെയൊക്കെ ഒന്ന് ക്ലാരിറ്റി വരുത്തണം, ചില തെറ്റുകളൊക്കെ ഒന്ന് തിരുത്തിയെടുക്കണം എന്നൊക്കെ ഉള്ളൊരു ചിന്ത, കഴിഞ്ഞുപോയ ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറച്ച് ആളുകൾ ഇന്ന് ശരിക്കും നല്ല രീതിയിൽ ഉറച്ച തീരുമാനം എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് തെറ്റ് തിരുത്തേണ്ടത് തിരുത്താൻ, തിരിച്ചു പിടിക്കേണ്ടതിനെ തിരിച്ചു പിടിക്കണമെന്നുള്ളൊരാഗ്രഹം, നഷ്ടപ്പെട്ട സമയത്തെ പോലും തിരിച്ചു പിടിക്കണമെന്നുള്ളൊരു ദൃഢനിശ്ചയമൊക്കെ കുറച്ച് ആളുകളുടെ എനർജിയിലുണ്ട്. അതായത് പോയ സമയത്തെ തിരിച്ചു പിടിക്കുക. അതെങ്ങനെയാണ്? നമുക്കിപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ നമ്മളുടെ ഒരു 5-6 വർഷം നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഇനിയുള്ള 5-6 വർഷം കൊണ്ട് നമുക്കതിൻ്റെ 4 ഇരട്ടി നേടിയെടുക്കുക എന്നതാണ് നഷ്ടപ്പെട്ടു പോയ സമയം നമ്മൾ തിരിച്ചു പിടിക്കുന്നത് കേട്ടോ. ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് കുറേ ആളുകളുടെ എനർജി ചേഞ്ച് ആവുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്താണോ എപ്പോഴും ആഗ്രഹിക്കുന്നത് അത് നമ്മളിലേക്ക് വന്നു ചേരുമെന്ന് പറയും പോലെ നിങ്ങൾക്ക് വേണ്ടതിൻ്റെ സപ്പോർട്ട്, നല്ലൊരു സപ്പോർട്ട് നിങ്ങൾക്കുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ ആക്റ്റീവായി മുന്നോട്ടേക്ക് പൊയ്ക്കോളുക കേട്ടോ. അതുപോലെ ഹാങ്കഡ്മാൻ്റെ എനർജി വന്നിട്ടുണ്ട്. ചില കാര്യങ്ങളിലൊക്കെ, അതായത് ഫാമിലി പരമായിട്ടാവാം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങളിൽ ഒരു ഡിസിഷൻ, ഒരു തീരുമാനം, ഒരു എന്താ പറയുക, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ചില ട്രോമാസുകൾ, ട്രാജഡികളൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മുൻ സമയങ്ങളിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു പ്രതിവിധി കാണാനായിട്ട് പറ്റാതെ നിൽക്കുന്ന വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട് കേട്ടോ. ചിലതൊക്കെ വിട്ട് കളയണമെന്നാണ് നമുക്കിവിടെ എനർജിയിൽ കാണുന്നത്. നമ്മൾ ഓവറായിട്ട് നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങളെക്കുറിച്ച്, ചില ബന്ധങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന, നമ്മുടെ വിധിയിൽപ്പെടാത്ത ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വന്നാൽ അതിനൊരുപാട് ആയുസ് ഉണ്ടാവുകയില്ല. അതൊക്കെ നമ്മളിൽ നിന്ന് വിട്ടുപോകും. അപ്പം അങ്ങനെ നഷ്ടപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ സ്റ്റക്കായിട്ട് ആ ഒരു ട്രാപ്പ് എനർജിയിൽ നിൽക്കാതെ നിങ്ങളുടെ പ്രതിസന്ധികളെ തരണം ചെയ്ത് നിങ്ങൾ ഉറച്ച തീരുമാനത്തോടു കൂടി മുന്നോട്ട് പോകുക എന്നാണ് നമ്മളോട് എനർജിയിൽ കാണിച്ചു തരുന്നത്. അതല്ലെങ്കിൽ നമ്മൾ ആ ഒരു നിന്നടുത്ത് തന്നെ നിൽക്കേണ്ടി വരും. ചിലതൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന, റീയൂണിയൻ സംഭവിക്കുന്നതല്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അതിനെ മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നോട്ടേക്ക് പോകുക. നിങ്ങളിൽ ഫോക്കസ് ചെയ്യുമ്പം, നിങ്ങളുടെ ജീവിതത്തിലേക്ക് നെക്സ്റ്റ് എടുക്കേണ്ട കാര്യങ്ങളിലേക്ക് നിങ്ങൾ ആക്ഷൻ എടുക്കുമ്പം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും തിരിച്ചു വരും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ തടസ്സങ്ങൾ അവസാനിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളെ ക്രിയേറ്റ് ചെയ്ത്, എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസുകൾ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ തലയ്ക്ക് മേളിൽ ഒരു വിധി പോലെ വന്നു ചേർന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ
അത് നിങ്ങളെ വല്ലാതൊരു ഇൻഡിസിഷൻ എനർജിയിൽ നിർത്തിയിരുന്നതാണ് എങ്കിൽ ആ ഒരു പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യാനുള്ള ഒരു ടൈമായി കഴിഞ്ഞു എന്നാണ് നമുക്ക് എനർജിയിൽ കാണുന്നത്. അതുപോലെ കരിയർ മേഖലയിലൊക്കെ നിൽക്കുന്ന വ്യക്തികൾക്ക്, കരിയറിലൊക്കെ ശോഭിച്ച് നിൽക്കുന്ന വ്യക്തികൾക്ക് ശത്രുദോഷം ഉണ്ടായിരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അതിനൊരു എൻഡിങ് ആയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ശത്രുദോഷത്തിൻ്റെ അവസാനം, ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞു എന്ന് കാണുന്നുണ്ട്. നമുക്കെതിരെ ആരെങ്കിലും ബ്ലാക്ക് മാജിക്കോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഊർജ്ജം ചിലരുടെ വാക്കുകൾ കൊണ്ടോ കണ്ണുകൾ കൊണ്ടോ ഒക്കെ കണ്ണുദോഷമൊക്കെ കരിങ്കണ്ണൊക്കെ നമ്മളിലേക്ക് വന്ന് ചേരാൻ സാധ്യതയുണ്ട്. അതിനൊക്കെ ഒരു ടൈം പീരീഡ് ഉണ്ട് കേട്ടോ. അതിനപ്പുറത്തേക്കൊന്നും അത് നിലനിൽക്കില്ല. മനുഷ്യനായിട്ട് ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ഒരു ടൈം പീരീഡ് ഉണ്ടാകും. അത് ആ ഒരു സമയം കഴിയുമ്പോൾ അത് അവസാനിച്ച് ഒരു പക്ഷേ അത് ആരിലേക്കാണോ അവരിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും, നിങ്ങൾ സ്വതന്ത്രമാവുകയും ചെയ്യും കേട്ടോ. അപ്പം ആ ഒരു സിറ്റുവേഷൻസ് അവസാനിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫാമിലി കുടുംബപരമായിട്ടൊക്കെ ഒരു സക്സസ്സിലേക്കാണ് കേട്ടോ ഇനി നിങ്ങൾ പോകുന്നത്. നിങ്ങളുടെ ശത്രു നിങ്ങളെ നശിപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോസ് എനർജി, പവർ ലോസിങ് വരുത്തിയിരുന്ന ആ ഒരു സിറ്റുവേഷൻസ് മാറുന്നുണ്ട്. നിങ്ങൾക്കിനി സ്ഥാനമാറ്റങ്ങൾ, ഉയർച്ച, വിജയത്തിൻ്റെയൊക്കെ ഒരു സമയമാണ്. കോൺഫിഡൻസ്, നിങ്ങൾക്ക് മടിയും താല്പര്യക്കുറവും ഒക്കെ ഉണ്ടായിരുന്ന വ്യക്തികളാണെങ്കിൽ അതെല്ലാം അവസാനിച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് ഉയരുകയാണെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ കുറേ ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പം ഒരു ടോക്സിക് സിറ്റുവേഷൻസ്, നിങ്ങൾ ആ ഒരു ചില കാര്യങ്ങളിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്നു. ഓപ്പർച്യൂണിറ്റീസ് ലൈഫിൽ ഉണ്ടായിട്ടും നിങ്ങളൊരു ഇടുങ്ങിയ ചിന്താഗതിയോടുകൂടി ഒതുങ്ങിക്കൂടി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് കേട്ടോ കുറച്ച് ആളുകളുടെ എനർജിയിൽ. അതിൽ നിന്നും ഒരു മാറ്റം വരണമെന്നാണ് കാണുന്നത്. കുറച്ച് കാലതാമസം എടുക്കും നിങ്ങളുടെ ആ ഒരു തീരുമാനങ്ങളിലൊക്കെ ഒരു സക്സസ് വരാൻ. അതായത് ഫ്യൂച്ചർ പ്ലാനിങ് ഒക്കെ ഉള്ള വ്യക്തികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ട്രാവലിങ്ങിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത്, നിങ്ങൾ ആ ഒറ്റ കാര്യത്തിൽ തന്നെ നോക്കി നിൽക്കാതെ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ചെയ്യാനുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക. കാരണം ട്രാവലിങ്ങിനെയൊക്കെ ബേസ് ചെയ്ത് കുറച്ച് താമസത്തിൻ്റെ എനർജി കാണുന്നുണ്ട് കേട്ടോ ചിലരുടെ എനർജിയിൽ. ഒരു ഫ്യൂച്ചർ പ്ലാനിങ്ങിനെ സംബന്ധിച്ച്, പ്രോഗ്രസ്സിനെയൊക്കെ സംബന്ധിച്ച് ഒരു ഡിസിഷൻ എടുക്കാതെ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നു. ആ ഒരു സ്റ്റക്കായിട്ട് നിങ്ങൾ നിൽക്കുന്നത് തന്നെ നിങ്ങളുടെ ലൈഫിലൊരു ഡിലേ എനർജി ഉള്ളത് കൊണ്ടാണ് കേട്ടോ. കാലതാമസം, അതായത് വേണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് ആ ഒരു കാലതാമസത്തെ കണക്റ്റ് ചെയ്ത് കാണുന്നതാണ്. ചിലരുടെയൊക്കെ എനർജിയിലേക്ക് നോക്കുമ്പോൾ പാഷനാണ് കേട്ടോ. അതായത് നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്കൊക്കെ നടന്ന് നീങ്ങാനുള്ള സമയമായി. ചിലരെ സംബന്ധിച്ച് നിങ്ങളുടെ ചില കാര്യങ്ങളൊക്കെ ബാലൻസ് ചെയ്യേണ്ട സമയമാണ്, തിരുത്തേണ്ട സമയമായി എന്ന് കാണുന്നുണ്ട്. കുറച്ച് ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പം നിങ്ങൾ ചില സിറ്റുവേഷൻസുകളിൽ നിന്നൊക്കെ വിട്ടുപോയിട്ടുണ്ട്, ഇറങ്ങിപ്പോയതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ചില ബന്ധങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അവസാനിപ്പിച്ചതായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങളുടെ ഉള്ളിലിപ്പോൾ ഒരു സക്സസ് ഫീലിങ്സ് ഉണ്ട്, നിങ്ങൾക്കതൊരു വിജയമായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അതൊരു നിരാശയ്ക്ക് കാരണമാവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ചില ബന്ധങ്ങളെ ആയിരിക്കാം നിങ്ങൾ വേണ്ട എന്ന് വെച്ച് കറൻറ്റ്ലി നിങ്ങൾക്കതൊരു പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നത്. പക്ഷെ അത് മുന്നോട്ടേക്കുള്ള ജീവിതയാത്രയിൽ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്കത് തെറ്റായിരുന്നു എന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷൻസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ആലോചിച്ച് മാത്രം ബന്ധങ്ങളിൽ നിന്നും ഇറങ്ങി പോകാവുള്ളൂ കേട്ടോ. അതായത് ആലോചിക്കണം, ഒരു 2-3 പ്രാവശ്യമെങ്കിലും ചിന്തിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക എന്നാണ് കാണുന്നത്. നോയുടെ എനർജി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജീനെ ബേസ് ചെയ്താണ് കാണുന്നത്. ഇന്ന് നിങ്ങൾ ആർക്കെങ്കിലും മധ്യസ്ഥ ചർച്ചയ്ക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടിയിട്ടൊക്കെ ഒന്ന് സംസാരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് വന്നാൽ, മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങൾ സംസാരിക്കേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ടെങ്കിൽ അവിടെ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നിങ്ങളുടെ വാക്കായിരിക്കും മറ്റൊരാളുടെ വിധി നിശ്ചയിക്കാൻ പോണം ജീവിതം മുന്നോട്ടേക്ക്. അതുകൊണ്ട് അവിടെ നോ എന്ന എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് എന്ത് കാര്യത്തെക്കുറിച്ചാണോ ഇന്ന് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഒരു ഇടനിലക്കാരനായി നിൽക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കേണ്ടി വരുന്നത്, ആ കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ പാടുള്ളൂ എന്ന് കാണുന്നുണ്ട്. ദെയർ ഈസ് സംതിങ് ബെറ്റർ എന്ന് പറയുന്നുണ്ട് കേട്ടോ.
നിങ്ങളുടെ ജീവിതം മാറുകയാണ്, നിങ്ങളുടെ വിധി മാറുകയാണ്. ശരിക്കും ഇതിനകത്ത് കൂടുതലും ക്രൗൺ ചക്ര എനർജികളാണ് വന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ സമയം ചേഞ്ചിങ് ആവുകയാണ് കേട്ടോ. എല്ലാ വ്യക്തികളുടെയും വിഷുവിനോടനുബന്ധിച്ച് ആളുകളുടെ സമയത്തിന് മാറ്റം വരുന്നുണ്ട്. സക്സസ് ആണ്, പുരോഗതിയാണ് നമുക്ക് കണ്ടിരിക്കുന്നത് ഈ ഒരു വർഷത്തെ വിഷുഫലം. തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വാസത്തോടു കൂടി പൊയ്ക്കോളുക. നിങ്ങൾ ഇത്രയും നാളും അനുഭവിച്ച് അല്ലെങ്കിൽ ഇത്രയും നാളും നേരിട്ടതല്ല ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണെന്നാണ് കാണുന്നത്. ലെറ്റ് ഗോ ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എവിടെയെങ്കിലും ഇങ്ങനെ സ്റ്റക്കായിട്ട് കാലങ്ങളായിട്ട് നിങ്ങളിങ്ങനെ വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളാണ് എങ്കിൽ നിങ്ങളുടെ ഊർജ്ജവും നിങ്ങളുടെ ഹാപ്പിനെസ്സും നിങ്ങൾക്കതെല്ലാം നഷ്ടപ്പെട്ട് നിരാശയും മടുപ്പുമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യേണ്ട സമയമായി കേട്ടോ. പുറത്ത് കടക്കേണ്ട സമയമായി എന്നാണ് കാണുന്നത്. ഗെറ്റ് മോർ ഇൻഫർമേഷൻസ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും കാര്യത്തെ ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് സാമ്പത്തികമായിക്കോട്ടെ, കരിയർ പരമായിക്കോട്ടെ, അല്ലെങ്കിൽ ഹെൽത്ത് പരമായിക്കോട്ടെ, എന്തെങ്കിലും കാര്യങ്ങളെ നിങ്ങൾ ഒന്ന് ഫോക്കസ് ചെയ്യണം, അതിലേക്കൊന്ന് ഇറങ്ങിത്തിരിക്കണം എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെക്കുറിച്ച് കുറച്ച് തീരുമാനങ്ങൾ, ഗെറ്റ് മോർ ഇൻഫർമേഷൻസ്, നല്ല കുറേ തീരുമാനങ്ങൾ എടുത്തതിന് ശേഷം മാത്രമേ, നല്ല പോലെ അതിനെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്നാണ് നമ്മളോട് ഡിവൈൻ കാണിച്ചു തരുന്നത് കേട്ടോ.